ഞാൻ ഡോക്ടർ സ്മിത ജോയ്, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമാണ്. ഇന്ത്യയിലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അതിനുശേഷമുള്ളതാണ് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയമുഖ ക്യാൻസർ. എന്തുകൊണ്ടാണ് സർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുന്നത്? HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് മുഖേനയാണ് 95% കൂടുതൽ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുന്നത്. HPV വൈറസ് നമുക്ക് ലഭിക്കുന്നത് സെക്ഷൽ കോണ്ടാക്ട് വഴിയാണ്. പക്ഷെ HPV വൈറസ് ഉള്ള എല്ലാ സ്ത്രീകളിലും സർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നില്ല. ചില റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് സർവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂട്ടുന്നു. ഏർലി ഓൺസെറ്റ് ഓഫ് സെക്ഷൽ ഇന്റർകോഴ്സ്, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, പുവർ സെക്ഷൽ ഹൈജീൻ, പുവർ ജനൈറ്റൽ ഹൈജീൻ, സ്മോക്കിംഗ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് സ്റ്റേറ്റ്, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുക. ഈ അവസരങ്ങളിൽ HPV വൈറസ് മുഖേനയുള്ള സർവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സർവൈക്കൽ ക്യാൻസർ പ്രിവെന്റബിൾ ആണോ? 90% കൂടുതൽ സർവൈക്കൽ ക്യാൻസറും പ്രിവെന്റബിൾ ആണ്. പ്രൈമറി പ്രിവെൻഷൻ മെത്തേഡ് ആയിട്ടുള്ളതാണ് HPV വാക്സിൻ. ഐഡിയലി 9 to 14 ഇയേഴ്സിനുള്ള പെൺകുട്ടികളിൽ HPV വാക്സിൻ കൊടുക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ HPV വാക്സിൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. HPV വാക്സിൻ എടുക്കുന്നത് വഴി 93% സർവൈക്കൽ ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവൈക്കൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള കോശങ്ങളെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് സാധ്യമാകുന്നത് പാപ്സ്മിയർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ സർവൈക്സിൽ നിന്നുള്ള സെൽസ് എടുത്തിട്ട് ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുന്നു. ഇത് നമ്മൾ 25 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ വൺസ് ഇൻ 3 ഇയേഴ്സ് എടുക്കേണ്ടതാണ്. അഥവാ HPV ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതാണെങ്കിൽ വൺസ് ഇൻ 5 ഇയേഴ്സ് ചെയ്താൽ മതി. ഇനി ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ വന്നാൽ നമുക്ക് അതിന്റെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏർലി ആയിട്ട് ഡോക്ടറെ സമീപിക്കുകയും അതിന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് HPV വാക്സിൻ വഴിയും പാപ്സ്മിയർ ടെസ്റ്റ് വഴിയും നമുക്ക് സർവൈക്കൽ ക്യാൻസർ പ്രിവെൻഷനിൽ പങ്കുകാരാവാം. താങ്ക് യു.